നമുക്കേറെ സന്തോഷമുണ്ട്. കരിസ്മാറ്റിക് ധ്യാനത്തിന് വലിയ പ്രചോദനം നൽകുകയും കേരളത്തിലും കേരളത്തിന് പുറത്തും വലിയൊരു കൊടുങ്കാറ്റായിട്ട്, ആത്മീയമായിട്ടുള്ള കൊടുങ്കാറ്റായിട്ട് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെ വളർത്തുകയും വിൻസെൻഷ്യൻ സമർപ്പണ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ലോകമെമ്പാടും വചനപ്രഘോഷണത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത ആദ്യകാല ആത്മീയ ആചാര്യനായിരിക്കുന്ന ബഹുമാനപ്പെട്ട നായിക്കനാം പരമേശ്വരന് കേരളസഭാ താരം ലഭിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെ പേരിലും കൃത്യമായിട്ട് മാത്യുച്ചനെ ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു. പോട്ടയിലാണ് ഇതിന് തുടക്കം കുറിച്ചത്. അവിടെ നിന്ന് ഡിവൈൻ തുടങ്ങുന്നു. ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ധാരാളം പേർക്ക് ആത്മീയ ചൈതന്യം നൽകിക്കൊണ്ട് നയിക്കാൻ പരമേശ്വരൻ തുടങ്ങി വെച്ച ഈ ധ്യാന പ്രഘോഷണം പ്രചോദനാത്മകമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട പട്ടത്തച്ചുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോയ് ചെമ്പശ്ശേരി അച്ഛൻ ഇവിടെയുണ്ട്. മലബാർ ഏരിയയുടെ ബെൻഡിക്ടൻ ആശ്രമത്തിന്റെ നേതൃത്വം നടത്തപ്പെടുന്ന ധ്യാനം, അതുപോലെ തന്നെ ഷെക്കീന ചാനലിന്റെ നേതൃത്വം വഹിക്കുന്ന, അതുപോലെ തന്നെ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ കരിമറ്റ സാർ ഇവിടെയുണ്ട്. ക്രിസ്ത്യൻ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഡയറക്ടർ ഇവിടെയുണ്ട്. ഇതെല്ലാം ഇന്ന് കേരളത്തിലാകട്ടെ, കേരളത്തിന് പുറത്താകട്ടെ, ഇന്ത്യക്ക് പുറത്താകട്ടെ, ഇപ്രകാരം വചന പ്രഘോഷണത്തിന് തുടക്കം കുറിച്ചത് ബഹുമാനപ്പെട്ട മാത്യുച്ചനാണ്. മാത്യുച്ചനെ ആദരിക്കുമ്പോൾ വിൻസെൻഷ്യൻ സന്യാസ സമൂഹത്തെ ഇത് ഏറ്റെടുത്ത് അച്ഛനോടൊപ്പം പ്രവർത്തിച്ചു തുടങ്ങിയ ബഹുമാനപ്പെട്ട പണിക്കച്ചൻ, അതുപോലെ തന്നെ വല്ലൂരാനച്ചൻ തുടങ്ങി വിൻസെൻഷ്യൻ സമർപ്പിത സമൂഹത്തിലെ എല്ലാ ധ്യാന പ്രസംഗകരെയും വചന പ്രഘോഷകരെയും നന്ദിപൂർവ്വം ഓർക്കുക. ബഹുമാനപ്പെട്ട സുപ്പീരിയർ ജനറൽസ് ഇവിടെയുണ്ട്, പ്രൊവിൻഷ്യൽ അച്ഛനുണ്ട്, മുൻ സുപ്പീരിയർ ജനറൽ പാർപ്പുറച്ച് ഇവിടെയുണ്ട്. ഇത് നായിക്കാൻ പരമേശ്വരന് ഈ അവാർഡ് കൊടുക്കുമ്പോൾ ആദ്യകാല വചന പ്രഘോഷകരെല്ലാവരെയും ആദരിക്കുകയാണ്. അവർക്കും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ കൊടുക്കുകയാണ്. കേരളസഭ പത്രം വത്തിക്കാൻ കൗൺസില് കഴിഞ്ഞ അവസരത്തിൽ കേരളത്തിലുടനീളം വത്തിക്കാൻ കൗൺസിലിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ എത്തിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ജോസ് അക്കരക്കാരനച്ചൻ BLM കുന്നില് ആരംഭിച്ചതാണ് ഈ പത്രം.
1962 വത്തിക്കാൻ കൗൺസില് ജോൺ 23 മാർപ്പാപ്പ വിളിച്ചു കൂട്ടുന്നത്. 65 പോൾ 6 മാർപ്പാപ്പ വത്തിക്കാൻ കൗൺസില് സമാപിക്കുന്നത്. നമുക്കറിയാം 16 പ്രമാണ രേഖകളാണ് ഈ വത്തിക്കാൻ കൗൺസിലുള്ളത്. സഭയെ ആധുനീകരിക്കുക, ടു അപ്ഡേറ്റ് ദ കാത്തലിക് ചർച്ച് എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ ഈ പ്രമാണ രേഖകൾ പഠനത്തിനും വിചിന്തനത്തിനുമായിട്ട് നൽകപ്പെട്ടപ്പോൾ അത് കേരളത്തിലെ മലയാളികളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ BLM കുന്നിൽ ആരംഭിച്ചതാണ് ബെറ്റർ ലൈഫ് മൂവ്മെന്റ്. ഈ ബെറ്റർ ലൈഫ് മൂവ്മെന്റിന്റെ മറ്റൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് മുദ്രാലയ പ്രേക്ഷിതത്വം. ബഹുമാനപ്പെട്ട മൂത്തണ്ണച്ചൻ വിവർത്തനം ചെയ്ത ആദ്യത്തെ കത്തോലിക്ക സമ്പൂർണ്ണ ബൈബിള് മലയാളത്തില് പ്രസിദ്ധീകരിച്ചത് ഈ കുന്നിലെ BLM പ്രസ്സിലാണ്. അതുപോലെ തന്നെ ധാരാളം ആത്മീയ ചൈതന്യം ഉളവാക്കുന്ന ഗ്രന്ഥങ്ങളും ആ കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മുദ്രാലയ പ്രേക്ഷിതത്വത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലുടനീളം വത്തിക്കാൻ കൗൺസിൽ പ്രമാണ രേഖകളുടെ ചൈതന്യം എത്തിക്കുക. ആദ്യ കാലഘട്ടത്തിൽ AKCCയുടെ മുൻ ചെയർമാനായിരുന്ന കച്ചിറമറ്റൻ സാറായിരുന്നു അതിന്റെ ചീഫ് എഡിറ്റർ. അന്ന് കാലം മുതൽ ആരംഭിച്ചതാണ് കേരളത്തിലെ വിവിധ മേഖലകളിൽ സുദീർഘമായ സേവനങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ ആദരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ കേരള സഭാ താരം അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടു. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ സുദീർഘമായ നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെക്കുന്നവരെ ആദരിക്കാനും അംഗീകരിക്കാനുമാണ് ഈ അവാർഡ്. അതില് അൽമായർക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം IAS ഓഫീസറായിരുന്ന സിയാറ്റിന്റെ മുൻ ചെയർമാനായിരുന്ന ശ്രീ VJ കുര്യൻ സാറിനാണ് കഴിഞ്ഞ പ്രാവശ്യം നൽകിയത്. വള്ളപ്പള്ളി പിതാവിന് നൽകിയിട്ടുണ്ട്. വൈദിക ലാബേലച്ചന് നൽകിയിട്ടുണ്ട്. സാധു ഇട്ടീവീര സാറിന് നൽകിയിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡിലെ പെരിയപ്പുറം ഡോക്ടറിന് നൽകിയിട്ടുണ്ട്. IPS ഓഫീസറായിരുന്ന അലക്സാണ്ടർ ജേക്കബ് സാറിന് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ, അത് സാമൂഹ്യമാണ് ആകാം, സാംസ്കാരികമാകാം, വിദ്യാഭ്യാസപരമാകാം, ആത്മീയമാകാം, വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ കേരളത്തിലെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾക്ക് ആദരവ് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കേരള സഭാ താരം അവാർഡ് നൽകപ്പെടുന്നത്. 2024 അവാർഡ് ജൂറി തെരഞ്ഞെടുത്തത് ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കാമ്പറമ്പിയച്ഛനെയാണ്. ജൂബിലി വർഷത്തിലേക്ക്, 2025 ജൂബിലി വർഷത്തിലേക്ക് നാം കാലെടുത്തു വയ്ക്കുകയാണ്. ഈ തിരുപ്പിറവിയുടെ ദിനത്തില് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാൻ ബസിലിക്കായുടെ തിരുക്കവാടം തുറന്നുകൊണ്ട് ജൂബിലിക്ക് തുടക്കം കുറിക്കുക. അതിനൊരുക്കമായിട്ടുള്ള പ്രാർത്ഥനാ വർഷമായിരുന്നു ഈ 2024.
ഈ പ്രാർത്ഥനാ വർഷത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആത്മീയമായിട്ടുള്ള നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത, കേരളക്കരയിൽ നേതൃത്വം കൊടുത്ത ആത്മീയ ആചാര്യന് അവാർഡ് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാനിടയായത്. ജൂബിലിക്ക് ഒരുക്കമായുള്ള ഈ പ്രാർത്ഥനാ വർഷത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് വചനപ്രഘോഷണത്തിനും ജീവിത നവീകരണത്തിനും പ്രതീക്ഷ നൽകുന്ന, മനുഷ്യജീവിതങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണമെന്ന് ജൂറി തീരുമാനിച്ചു. നമുക്കേറെ സന്തോഷമുണ്ട്. അതിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള വ്യക്തിയെ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് കഴിഞ്ഞു. അതാണ് മാത്യു നായ്ക്കമ്പറമ്പിലച്ചൻ. ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. മാത്യു നായ്ക്കമ്പറമ്പിലച്ചന് ഈ അവാർഡ് കൊടുക്കാനായിട്ട് കഴിഞ്ഞതിൽ. ഇതുവഴി ആ കാലഘട്ടത്തിൽ തുടർന്നും അച്ഛനോടൊപ്പം പ്രവർത്തിച്ച എല്ലാ വചന പ്രഘോഷകരെയും അച്ഛനെ പിന്തുണച്ചവരെയും ഞങ്ങൾ ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. നായ്ക്കമ്പറമ്പിലച്ചൻ തുടങ്ങിവെച്ച ഈ വചന പ്രഘോഷണം വഴിയായിട്ട് വചനത്തെ കൂടുതൽ തിരിച്ചറിയാൻ, വചനത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഊന്നൽ കൊടുക്കാൻ, വിശുദ്ധ കുർബാനയിൽ നിന്നും കരുത്ത് സ്വീകരിച്ച് വചനം പ്രഘോഷിക്കാൻ നല്ല പ്രേക്ഷിതരാകാൻ ധാരാളം പേർക്ക് അച്ഛന്റെ നേതൃത്വത്തിൽ ശക്തി പകർന്നു കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഒരു അംഗീകാരവും കൂടിയാണിത്. ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിലച്ച, പ്രിയമുള്ള വിൻസെൻഷ്യൻ സഹോദര വൈദികരെ, നിങ്ങൾ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള നവീകരണത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് പല സമൂഹങ്ങളും, പല സന്യാസ സമൂഹങ്ങളും ആത്മായ നേതൃത്വ നിരയും നിങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ട് ഇതൊന്ന് തുടരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നായ്ക്കമ്പറമ്പിലച്ചന് നിങ്ങളുടെ എല്ലാവരുടെയും കൃത്യമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.